തനിക്കും കുടുംബത്തിനുമെതിരെ പ്രവർത്തിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവരാകാമെന്ന് ബി.ജെ.പി. നേതാവും നടനുമായ ജി. കൃഷ്ണകുമാർ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല, അങ്ങനത്തെ താല്പര്യമുള്ളവരാകാം ഇതിന് പിന്നിലെന്ന് കൃഷ്ണകുമാർ. അത്തരക്കാർ പിന്മാറണമെന്നും കുടുംബത്തെ ഇതിൽ വലിച്ചിഴച്ച് ദ്രോഹിക്കരുതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഞാൻ ജീവിക്കുന്നതും എൻ്റെ ഓഫീസും എൻ്റെ പ്രവർത്തന മേഖലയുമായി വട്ടിയൂർക്കാവിൽ എനിക്ക് ഇലക്ഷൻ നിൽക്കണമെന്ന് എൻ്റെ പാർട്ടിയോട് പറഞ്ഞാൽ എനിക്ക് ആ നിമിഷം അടിച്ചു തരും. പക്ഷേ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞത് നിങ്ങൾ സെൻട്രലിൽ പോയി നിൽക്കൂ, തിരുവനന്തപുരം ഒരു അക്ഷരം എതിര് വരാതെ ഞാൻ അവിടെ പോയി നിന്നു. വീണ്ടും തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരം ചോദിച്ചാൽ തരും. എന്നോട് പറഞ്ഞു കൊല്ലത്ത് പോയി നിൽക്കാൻ. നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ അവിടെ നിന്നാൽ അവിടെ ഒരിക്കലും ജയിക്കില്ലെന്നറിയാം. എന്നിട്ട് പാർട്ടി പറയുന്ന അനുസരിച്ച് ഞാൻ പോയി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നടത്ത് നിൽക്കണമെന്നൊന്നും താല്പര്യമുള്ള ഒരാളല്ല. അങ്ങനത്തെ വല്ല താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതിൽ നിന്ന് പിന്മാറണം. ഈ കുടുംബത്തെ ഇതിനകത്ത് വലിച്ചടിച്ച് ദ്രോഹിക്കരുതെന്ന് വളരെ താഴ്മയായിട്ട് പറയുകയാണ്. കാരണം രാഷ്ട്രീയത്തിൽ ആരെ എങ്ങനെ എവിടെ നിന്ന്, കാരണം എല്ലാവർക്കും രാഷ്ട്രീയ മോഹങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനതുകൊണ്ടല്ലേ ആർക്ക് നേരെ വിരൽ ചൂണ്ടിയില്ലല്ലോ, ഒരു പാർട്ടിക്ക് നേരെ ചൂണ്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല. സ്വന്തം പാർട്ടിക്ക് നിന്നാവാം, പുറത്തു നിന്നാവാം, നമ്മളെല്ലാം കാണുന്നില്ല. എല്ലാ പാർട്ടികളിലും പാർട്ടിക്കകത്ത് നിന്ന് നടക്കുന്ന സംഘർഷം നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഏതുമാകാം. അതുകൊണ്ട് ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിൽ പോലും എന്നെ ടാർഗറ്റ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. കുടുംബത്തിനെ വലിച്ചടക്കാതിരിക്കുക. വാർത്തയുടെ വിവരങ്ങളുമായി കമലേഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, ഇപ്പോൾ കൃഷ്ണകുമാറിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണ് ബി.ജെ.പിയിലുള്ളത് എന്ന്. അത് തന്നെയാണ് പറയുന്നത്, കൂടെ നിന്നവർ തന്നെയാണ് ചതിച്ചത്. ഈ കൃഷ്ണകുമാറിൻ്റെ മകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കേരള സമൂഹത്തിന് ഓർമ്മയുണ്ട്. എന്താണെന്ന് കൃഷ്ണകുമാർ ഇങ്ങനെ തുറന്നു പറയാനിടയാക്കിയ സാഹചര്യം? ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞോ സ്ഥാനമോഹികളുടെ? തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു പ്രത്യേക ആളുടെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും സ്വന്തം പാർട്ടിയിൽ നിന്നാകാം തനിക്കെതിരായ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിനെതിരായ നീക്കങ്ങളെല്ലാം എന്ന സംശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തൻ്റെ ചരിത്രമെല്ലാം അദ്ദേഹം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. താൻ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥാനാർത്ഥിയാകണം അല്ലെങ്കിൽ മത്സരിക്കണം എന്ന ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളല്ല. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വിചാരിച്ച് അത്തരത്തിൽ മത്സരിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അത്തരക്കാർ പിന്മാറണം എന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. തന്നെയും തൻ്റെ കുടുംബത്തെയും താൻ ഒരിക്കലും ഈ വിഷയത്തിൽ രാഷ്ട്രീയം ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. താൻ ഒരിക്കലും തൻ്റെ പാർട്ടിക്കാരുമായോ ഏതെങ്കിലും പാർട്ടിക്കാരുമായും ഈ വിഷയം ചർച്ച ചെയ്യുകയോ തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഈ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അവിടെ നിന്ന് തനിക്ക് ഇതിൽ വളരെ കൃത്യമായൊരു നടപടി ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പാർട്ടിയെ, സ്വന്തം പാർട്ടിയെ പോലും താൻ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയോ അവരിതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടോ ഇല്ല. അതുകൊണ്ട് കമലേഷ്, അതിൽ തന്നെ വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ബോധ്യപ്പെട്ട. ആദ്യം മുതൽ തന്നെ കൃഷ്ണകുമാർ പറയുന്നത് തനിക്കിനി വിശ്വാസമുള്ളത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണെന്ന് പറയുകയും ചെയ്തു. ഇന്ന് പറയുന്നു ബി.ജെ.പിയിലെ നേതാക്കളെയാണ്, സ്ഥാനമോഹികളായ ചിലരാണ് തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നിൽ. കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളുകളല്ല ബി.ജെ.പിയിലുള്ളതെന്ന് കൃഷ്ണകുമാർ തന്നെ തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു. സിജു, തീർച്ചയായും ആ നിലയിൽ അദ്ദേഹം വളരെ കൃത്യമായി അത് പറഞ്ഞില്ല എങ്കിൽ പോലും നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന നിലയിൽ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. താൻ ഒരിക്കലും സ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മത്സരിക്കണമെന്ന ഉദ്ദേശത്തോടെ നിൽക്കുന്ന ആളല്ല, തനിക്ക് അങ്ങനെ മത്സരിക്കാൻ ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ അതേ പാർട്ടിയിലുള്ള മറ്റ് പലർക്കും ചില പ്രത്യേക മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ ഒരു വേട്ടയാടൽ നടത്തുന്നു എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ വേണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ഇടപെടൽ ഉണ്ടായാലും തനിക്ക് കുഴപ്പമില്ല, പക്ഷേ തൻ്റെ കുടുംബത്തെ ഇതിനകത്തേക്ക് വലിച്ചിഴക്കരുത് എന്നുള്ളതാണ്. നിലവിലെ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി, അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസുകളാണ്. അതിനെ നിയമപരമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അതിലുൾപ്പെടെ ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടോ എന്ന സംശയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ശരി, കമലേഷാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.